ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ മഴയൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഓർത്തു എന്തായാലും വെറുതെ ഇരിക്കുക, എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് പ്ലെയിൻ വാട്ടർ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, ലൈക്ക് ഒരു വോമിറ്റിംഗ് ഫീലൊക്കെ തോന്നും. പിന്നെ ഫസ്റ്റ് തന്നെ ചായ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കുന്നതാണ്. പിന്നെ പോയിട്ട് ഉടനെ തന്നെ ചായയും കുടിക്കും കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സോ ചായ കുടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചിപ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെറുതിലേ മുതലുള്ള ശീലമാണ് എഴുന്നേറ്റ് വരുമ്പോൾ നേരെ പോയി ചായ കുടിക്കുക, അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക. അത് നിർബന്ധമായിട്ടുള്ളൊരു ശീലം പോലെയായിരുന്നു. അത് എന്നും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. വലുതാവുന്നവരെ തന്നെ ആ ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ ശീലങ്ങളാണല്ലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ആക്കാമെന്നാണ് കേട്ടോ പ്ലാൻ. കുറച്ച് അടുക്കലും പെറുക്കലൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. പിന്നെ കൊച്ചിനും ഇഷ്ടമാണ്, അപ്പോൾ കൊച്ചും കഴിച്ചോളൂമല്ലോ. എന്നും ഇപ്പം ഇതൊന്നും നല്ലതല്ലായിരിക്കും, എന്നും കഴിക്കുന്നൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും തന്നെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ സവാള യൂസ് ചെയ്യലുണ്ട്. സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തോണ്ടിരുന്ന സമയത്ത് ഒന്ന് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ അതാ ഉമ്മച്ചി ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴമായിരുന്നു. അപ്പോൾ അത് 2 പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കുകയാണ്. എനിക്ക് ചക്ക, മാങ്ങ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉള്ള കപ്ലങ്ങ, പൈനാപ്പിൾ, അതുപോലെ നമ്മൾ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക സ്വാദാണല്ലോ. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ ഈ ചക്ക, ചക്കപ്പഴം, ചക്കപ്പുഴുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ചക്ക കിട്ടിയപ്പോൾ ആദ്യം വിചാരിച്ചത് നമുക്ക് ചക്കാട ഉണ്ടാക്കാം എന്നായിരുന്നു. പിന്നെ വിചാരിച്ചു ഇനി ചക്ക വേറെ കിട്ടുമ്പോൾ നമുക്ക് ചക്കാട ഉണ്ടാക്കാം, ഇത്തവണ ചുമ്മാ കഴിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതവിടെ എടുത്ത് വെച്ചു. വീണ്ടും നൂഡിൽസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് തന്നെ വരികയാണ്. സവാള കട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒക്കെ ഞാൻ ക്യാരറ്റും ആഡ് ചെയ്യും കേട്ടോ. വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആ നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്ന മാതിരിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. ചിലപ്പോഴൊക്കെ എഗ്ഗ് ആഡ് ചെയ്യും, എഗ്ഗിൻ്റെ ടേസ്റ്റും ഇഷ്ടമാണ്. പ്ലെയിനായിട്ട് നൂഡിൽസ് മാത്രം കഴിക്കുന്നതിനും വേറൊരു സ്വാദുണ്ടല്ലോ. എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയോ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും എരിവ് കൂടുതൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മറ്റുള്ളവർക്ക് ആ എരിവ് അത്ര ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്നോർത്തിട്ട് കുറച്ച് എരിവ് കുറയ്ക്കും, അത്രേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡൊന്നും ആദ്യമൊന്നും അധികം എരിവിലുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കില്ലായിരുന്നു, ഒത്തിരി എരിവ്. പക്ഷെ ഇപ്പോൾ അത് ഞാൻ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കടുകും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കടുക് പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസിൽ. സോ ഞാൻ കടുക് ഇടും. ദെൻ സവാള ഇട്ടു. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യും, കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യും. ഒരുപാട് എരിവാക്കില്ല, കാരണം കൊച്ചിനൊക്കെ കഴിക്കാനുള്ളതാണല്ലോ. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാമല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഈവൻ സവാള ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും കടുക് പൊട്ടിക്കും. എനിക്ക് യിപ്പിയുടെ മസാല അതൊത്തിരി ഇഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല സ്പൈസി ആണ്. ഇപ്പോൾ കുറച്ച് എരിവ് കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ അത്രയും എരിവ് എനിക്ക് തോന്നുന്നില്ല. മറ്റ് നൂഡിൽസിനേക്കാളും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് യിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മേടിക്കുന്നതും ഉണ്ടാക്കുന്നതൊക്കെ യിപ്പി തന്നെയാണ്. ഞാൻ അതിൻ്റെ മസാല പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ വെള്ളം ആഡ് ചെയ്തിട്ട് മസാല പൊട്ടിച്ചിടാം, അല്ലെങ്കിൽ ഈ ടൈമിൽ തന്നെ നമുക്ക് മസാല പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്ക് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കിയിടുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കും. വെള്ളം ആഡ് ചെയ്ത് തിളച്ച് തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ദിവസമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിലേക്ക് പോകണം. അതിനുമുമ്പ് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സെറ്റാക്കി ഇരുത്തണം. നമ്മൾ വീട്ടിലെ എല്ലാ ജോലികളും അത്യാവശ്യം അടുക്കും ചിട്ടയോടെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ
നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത്യാവശ്യം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ വീട് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് മിറ്റം എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുക, ഡൈനിങ് ഏരിയ നീറ്റായിട്ടിരിക്കുക, പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നീറ്റായിട്ടിരിക്കുക. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നീറ്റായാൽ തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കിട്ടുക. അതായത് നമ്മൾ നൈറ്റൊക്കെ കിടക്കാൻ മുമ്പൊക്കെ പാത്രമൊക്കെ നമ്മൾ കഴുകാതെയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഒരു എനർജി പോയ പോലെ ആയിരിക്കും. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നൂഡിൽസ് ഉണ്ടാക്കി അവിടെ റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ പാലെടുത്തിട്ട് ഫ്രീസറിലായി പോയിട്ട് വച്ചിരുന്നത്, അപ്പോൾ അത് കട്ടയായിട്ടുണ്ട്, അതുകൊണ്ട് അത് സിങ്കിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ റാഗി എടുത്തിട്ട് കഴുകുന്നുണ്ട് കുഞ്ഞിന് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ റാഗി കൊടുക്കലൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. നല്ലതാണല്ലോ റാഗി കഴിക്കുകയാണെങ്കിൽ. അപ്പം അതിനുവേണ്ടി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റാഗി കഴുകുമ്പോൾ ഒത്തിരി അഴുക്കൊക്കെ പോലെ പോകുന്നുണ്ടാവില്ലേ, ഒത്തിരി പോകുന്നുണ്ടാവും. കുറേ ടൈംസ് കഴുകിയാണ് അതൊന്നൊരു നല്ലൊരു തെളിഞ്ഞ വെള്ളം നമുക്ക് കിട്ടുക. റാഗി നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കും. ഒത്തിരി നേരമൊന്നും വേണ്ട, കുറച്ച് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തൊക്കെ ഒന്ന് അരച്ചെടുക്കും. നേരത്തെയൊക്കെ ആദ്യത്തിലൊക്കെ കൊടുക്കുമ്പോൾ തുണിയിലൊക്കെ ഇങ്ങനെ അരിച്ചൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അരിപ്പയിലൊന്ന് അരിക്കും. അത് കഴിഞ്ഞിട്ട് 2 പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് മറിച്ചെടുക്കും. അപ്പോൾ അടിയിൽ വരുന്ന കക്കൻ ഊറ്റിക്കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇപ്പോൾ ഞാൻ തുണിയിൽ അരിക്കുന്നില്ല. തീരെ കുഞ്ഞതാർന്നപ്പോഴൊക്കെ തുണിയിൽ അരിച്ചു കൊടുക്കുമായിരുന്നു. നമുക്ക് ആ തൊണ്ടൊക്കെ കുട്ടികളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് റിയൽ ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആദ്യത്തിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. നൂഡിൽസ് കഴിക്കാനിരുന്നു, ഞാനതൊന്ന് അരച്ച് വെച്ചിട്ട് പെട്ടെന്ന് വന്ന് നൂഡിൽസ് കഴിക്കുകയാണ്. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മെന ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് വേഗം വന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട്. ചക്കപ്പഴം കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പം അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് നമ്മൾ എപ്പോഴും കറി വെക്കും, അതല്ലെങ്കിൽ നമ്മൾ ഒലത്തും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്തൊന്ന് വറുക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇങ്ങനെ വറുക്കുന്നത് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ വറുക്കലുണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ കനലിൽ ചുട്ടെടുക്കലുണ്ട്. ഒത്തിരി ചക്കക്കുരുവൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കറി വെക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കുറച്ചൊക്കെ ഒന്ന് ഒലത്തും, പിന്നെ അത് കളയലാവും. ചക്കക്കുരുവൊക്കെ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വറുക്കാം. തീക്കനലൊന്നുമില്ല, അപ്പോൾ ജസ്റ്റ് ചീഞ്ചട്ടിയിലിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം എന്നിട്ട് വറുത്ത് ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാട്ടോ, അത് വറുത്തെടുക്കുന്നത്. അതൊന്ന് വറുത്തിട്ട് ചക്കപ്പഴത്തിൻ്റെ ആണെങ്കിലാണ് കുറച്ചുകൂടി മധുരം ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. പച്ച ചക്കയുടേതിന് അത്ര ടേസ്റ്റൊന്നുമില്ല. ചായയുടെ കൂടെയൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇത്, കട്ടൻ ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അതെല്ലാം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ടൈം നമ്മളിത് അടുപ്പത്തിട്ട് ഇങ്ങനെ വറുക്കേണ്ടി വരും, മൂടി വെച്ചിട്ടൊക്കെ കുറേ നേരം വറുക്കേണ്ടി വരും, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. ഗ്യാസിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചിലവ് കൂടുതലാണ്. പിന്നെ ആ ചക്കപ്പഴം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ മൂടി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. ഇതൊക്കെ ചക്കയുടെ ബാക്കി കുരുവൊക്കെ ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടി എടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ മാറ്റി ഒരു ടിന്നിലാക്കി എടുത്ത് വെച്ചു. കാഷ്യൂവിൻ്റെ ടിന്നാണ്, അതിലേക്കാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കുകയാണ്. വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുക്കറിൽ ചക്കക്കുരുവും മാങ്ങയൊക്കെ ചേർത്തിട്ട് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചക്കക്കുരു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും ചക്കയുടെ സീസൺ ആയിരിക്കുമല്ലോ, മിക്കയിടത്തും ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ കറികളും ഒക്കെ ഉണ്ടാവും. പലരും വെറുതെ കളയുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഒക്കെ വീട്ടിലാവുമ്പോൾ കളയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ വറുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ചുട്ട് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചുമ്മാ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കട്ടെ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാം. നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. ഇവിടെ വറുത്തിട്ട കാര്യം ഒരുപാട് ദിവസമൊന്നും ഉണ്ടായില്ല, അപ്പം തന്നെ കഴിച്ച് തീർത്തു. പെട്ടെന്ന് ഫുഡ് കഴിക്കാനായിട്ട് തൽക്കാലത്തേക്കുള്ള പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓർത്ത് ഉള്ളത് മൊത്തം അങ്ങ് പൊരിച്ച് വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫുഡിന് എളുപ്പം ഉണ്ടാവുമല്ലോ. എന്ത് കറിയാണെങ്കിലും അതിൻ്റെ കൂടെ പപ്പടം കഴിക്കുമ്പോൾ നമുക്കൊരു പൂർണ്ണത ഫീൽ ചെയ്യുമല്ലോ. അപ്പം ഞാൻ ഉണ്ടായിരുന്ന എല്ലാം കൂടി പെട്ടെന്ന് പൊരിച്ചെടുക്കുകയാണ്.
കറിക്കുള്ളത് സൈഡിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചെടുത്താൽ മതി. ഇനി അപ്പോഴേക്കും കൊച്ച് എഴുന്നേക്കാനാവാനായിട്ടുണ്ട്. അതിനു മുമ്പ് പെട്ടെന്ന് ഫുഡും കൂടി ഒന്ന് കഴിക്കണം. കുറച്ച് അടുക്കൽ വറുക്കലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചോറ് കഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ഇനി കറിയും കൂടി ഒന്ന് താളിക്കണം, മീനൊന്ന് പൊരിക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കറി താളിക്കാനായിട്ട് ഞാൻ പപ്പടം പൊരിച്ച സെയിം എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെറുതെ അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതിനകത്തേക്ക് തന്നെ ഇട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി നേരെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മാങ്ങയും കൂടിയിട്ട് ഉള്ള മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഒന്ന് കുറുകി നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ അരച്ച് ആഡ് ചെയ്യാം. ഞാൻ പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ അതാദ്യം ഒരു പാത്രത്തിലേക്ക് പൊരിച്ചിടുകയാണ് ചെയ്യുക. ഡയറക്റ്റ് ആ ഓയിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ചൂടോടെ നമ്മൾ പാത്രത്തിലിട്ട് വെക്കാറില്ല. ആദ്യം ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പപ്പടം എല്ലാം പൊരിച്ചിടും. എന്നിട്ട് തിരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അടച്ച് വയ്ക്കും. മീൻ പൊരിക്കാനുണ്ട്. അതിനായിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് മീനെല്ലാം പറക്കി വെക്കുന്നുണ്ട്. ചാളയും മറ്റെന്ത് മീനായിരുന്നു ഞാൻ ഓർക്കില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി, 2-3 ദിവസമായി. അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. സോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ്. വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചാൽ ഫുള്ള് മഴയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്ന കാരണം ഞാൻ പിന്നെ നിർത്തി വെച്ചു. 2-3 ടൈം റെക്കോർഡ് ചെയ്യാൻ നോക്കി. ഇനി ഉച്ചയ്ക്ക് ചോറ് തിന്നാനിരിക്കുകയാണ്. ചോറിന് ചക്കക്കുരു മാങ്ങയും കറിയുണ്ട്, പപ്പടവും മീൻ പൊരിച്ചതുമായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യം കഴിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇവനൊരു കറിവേപ്പിലയാണെങ്കിൽ കൂടി അതും ഇപ്പോൾ ഇവ ചക്കക്കുരു മാങ്ങ പപ്പടം മീൻ പൊരിച്ചത് എല്ലാം കൂടി എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു വായ്ക്ക് കഴിക്കണം. അതെനിക്ക് നിർബന്ധം കേട്ടോ. അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒരുമിച്ചൊരു ഉരുളയിൽ കഴിക്കുന്നത്. ഞാനപ്പോൾ അങ്ങനെയാണ് കഴിക്കുന്നത്. നല്ലായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് വൈകിട്ട് ചായ കുടിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇന്ന് ഒത്തിരി പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ഞാൻ മീൻ കറിയും കൂടി വെച്ചു കേട്ടോ. മീൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊരിച്ചത് പകുതിയെ പൊരിച്ചുള്ളൂ, ബാക്കി കറി വെച്ചു. അപ്പോൾ ആ കറിയും മീൻ ഫ്രൈയും ആയിരുന്നു നൈറ്റിൽ ചോറുണ്ടായിരുന്നേ. പപ്പടം കൂടെ അത് ഞാൻ വിട്ടുപോയേ. അപ്പം അതൊക്കെ കൂട്ടി വൈകിട്ട് ചോറ് തിന്നു. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.